ഹലോ ഗൈസ്, ഒരു സോളോ ട്രിപ്പിൻ്റെ ക്ഷീണം തീരുന്നതിന് മുമ്പ് അടുത്ത ചിലവെടുത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സുഖം തന്നെയാണ്. പിന്നെ നാട്ടിലെ ഗ്യാങ്ങിൻ്റെ കൂടെ ആകുമ്പോൾ ചിലവൊന്നും നോക്കാതെ അങ്ങ് ഇറങ്ങിത്തിരിക്കും. ഞങ്ങൾ ഈ പോകാൻ പോകുന്നത് ചെറിയൊരു കൺസേർട്ടിനാണ് കേട്ടോ, അതും കോയമ്പത്തൂരിലേക്ക്. ഇവരെല്ലാം നാട്ടിൽ നിന്നാണ് ട്രെയിൻ കയറിയത്, ഞാൻ എറണാകുളത്ത് നിന്നും. എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ഒരു ഇൻട്രോവേർട്ട്. ദേ ഈ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഇൻട്രോവേർട്ട്. ഞാൻ ഗിറ്റാർ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. സ്ലീപ്പർ ടിക്കറ്റ് നേരത്തെ എടുത്തിരുന്നെങ്കിലും പകലുള്ള യാത്ര നല്ല ചൂടായതുമൂലം ഞങ്ങൾ നേരെ AC-യിലേക്ക് കൺവേർട്ട് ചെയ്തു കേട്ടോ ടിക്കറ്റ്. ഏകദേശം 1 മണി ആയപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഗൂഗിൾ എടുത്ത് വെച്ച് ഞോണ്ടി ഒരു നമ്പർ കണ്ടുപിടിച്ച് ബിരിയാണി അങ്ങ് ബുക്ക് ചെയ്തു. ചേട്ടാ, ഒരു 11 ചിക്കൻ ബിരിയാണി വേണം വടക്കാഞ്ചേരി. നമ്മളിപ്പോൾ തൃശ്ശൂരായി, ഇവിടുന്ന് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക ട്രെയിനില്ല. ഇവിടെ വരുമ്പോ ഗൂഗിൾ പേ ചെയ്യാം. ഇതാണ് മഹേഷ്. ഫുഡിന്റെ കാര്യത്തിൽ 10-ൽ 10 റേറ്റിംഗ്. ഫുഡ് കഴിച്ചാൽ പിന്നെ ഉറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. വൈകിട്ട് 4:30 ആയപ്പോഴേക്കും ഞങ്ങൾ കോയമ്പത്തൂരെത്തി. നേരെ വെളിയിലിറങ്ങി ടാക്സി എടുത്തു കേട്ടോ. കിട്ടിയതോ ഒരു ഒമിനി. നമ്മളെന്താ തട്ടിക്കൊണ്ടു പോവാ? ഒമിനിയൊക്കെ പണ്ട് തട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിയായിരുന്നു. പണ്ടൊക്കെ വീട്ടുകാർ ഇങ്ങനെ പറയുമായിരുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഏകദേശം 10-15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ റൂമിലെത്തി. റൂംസ് എല്ലാം ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് കോർഡിനേറ്ററായ ഇദ്ദേഹം. 6 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 6:15 ആയപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിലെ പകുതി പേരും റൂമിൽ നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ചുപേർ പതിയെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയോ, 6:45 ആയപ്പോഴേക്ക് ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് എത്തിയിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ഇതുവരെ പ്രോഗ്രാം സ്റ്റാർട്ട് ആയിരുന്നില്ല. 2 ദിവസത്തെ പ്രോഗ്രാമാണ് ഉള്ളത്. ആദ്യത്തെ ദിവസം വിദ്യാസാഗറിന്റെയും 2ാം ദിവസം വിജയ് ആന്റണിയുടെയും. എല്ലാവരും എത്തിയ ശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി. ഞങ്ങൾ സ്റ്റേജിന് മുമ്പ് എത്തിയതും ഒരു കിട്ടിലിന് എൻട്രിയോടുകൂടി അദ്ദേഹം ഇങ്ങ് വന്നു. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല.